യേശു എനിക്കു നല്ലവൻ, അവൻ എന്നെന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷം 15-ാം അധ്യായം 15-ാമത്തെ വാക്യം ഇങ്ങനെ പഠിപ്പിക്കുന്നു: ഇനിയും ഞാൻ ദാസരെന്ന് നിങ്ങളെ വിളിക്കുകയില്ല, എന്തെന്നാൽ അവൻ്റെ യജമാനൻ എന്താണ് ചെയ്യുന്നതെന്ന് ദാസന് അറിഞ്ഞുകൂടാ. എൻ്റെ സ്നേഹിതന്മാർ എന്ന് ഞാൻ നിങ്ങളെ വിളിച്ചു. ശിഷ്യത്വത്തിലേക്ക് ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും വിളിച്ച് വേർതിരിച്ച് നിർത്തുമ്പോൾ ദൈവം നമ്മെ ഒരു ദാസൻ എന്ന രീതിയിലല്ല ചേർത്ത് നിർത്തുന്നത്, മറിച്ച് ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് എന്നുള്ള വലിയ ചിന്തയിലേക്ക് നാം കടന്നു വരണം. തൻ്റെ സുഹൃത്തിന് വേണ്ടി ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായ ക്രിസ്തു എന്ന സ്നേഹിതൻ നാം ആയി മാറുക എന്നുള്ളതാണ് ക്രിസ്തു നമ്മെ സ്നേഹിതനെന്ന് വിളിച്ച് ചേർത്ത് നിർത്തുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ മണമുള്ളവരായി മാറുക എന്നതാണ് അതിനർത്ഥം. കുറേ കാലങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ ഒരു സായിപ്പ് വരയാടിനെ കുറിച്ച് പഠിക്കുവാനായിട്ട് കടന്നു വരികയുണ്ടായി. വളരെ കാലങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വന്നപ്പോൾ വരയാടുകൾ പലപ്പോഴും മനുഷ്യനെ കാണുമ്പോൾ തന്നെ ഓടിപ്പോകുന്ന ഒരു അവസ്ഥയിലായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഈ വരയാടുകളെ പഠിക്കുവാനുള്ളതായ അവസരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് കണ്ടെത്തിയ ഒരു വഴിയാണ്, വരയാടുകൾ എവിടെയൊക്കെ കാഷ്ടിച്ചിട്ടുണ്ടോ അതിലെല്ലാം കിടന്ന് ഉരുണ്ട് അദ്ദേഹം ഈ വരയാടുകളുടെ മണമുള്ളവനായി മാറുവാൻ തക്കവണ്ണം 6 മാസത്തോളം കുളിക്കാതെ അവിടെ താമസിച്ച് ആടുകളുമായി ഇണങ്ങുകയാണ്. ഒടുവിൽ അദ്ദേഹം ഈ ആടുകളെല്ലാം മനസ്സിലാക്കുകയും അതിനെക്കുറിച്ച് പഠിച്ച് ഒരു റിസർച്ച് പേപ്പർ അവതരിപ്പിക്കുകയും ചെയ്യുകയാണ്. ഒരു വരയാടിനെ കുറിച്ച് പഠിക്കുവാൻ തക്കവണ്ണം അവൻ കടന്നു വരികയും ആ വരയാടിൻ്റെ മണമുള്ളവനായി 6 മാസത്തോളം വളരെയധികം സ്ട്രഗിൾ ചെയ്ത് വരയാടിൻ്റെ ജീവിതത്തെ മനസ്സിലാക്കി പഠിച്ച് പേപ്പർ അവതരിപ്പിക്കുകയും തക്കവണ്ണം അവനെടുത്തതായ ഒരു ത്യാഗമുണ്ട്. വാസ്തവത്തിൽ വരയാടിൻ്റെ സ്നേഹിതനായി മാറുവാൻ തക്കവണ്ണം ഈ മനുഷ്യനെ ഇടയാക്കിയത് വരയാടിൻ്റെ മണമുള്ളവനായി മാറുക എന്നുള്ള ഒരു അനുഭവമായിരുന്നു. ഇവിടെ യേശുവിൻ്റെ സ്നേഹിതന്മാരെന്ന് ഞാനും നിങ്ങളും വിളിക്കപ്പെടുമ്പോൾ യേശു നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നതും യേശുവിൻ്റെ മണമുള്ളവനായി മാറുക, യേശുവിൻ്റെ ആംഗ്യമുള്ളവനായി മാറുക, യേശുവിൻ്റെ നടപ്പ് ഉള്ളവനായി, എടുപ്പ് ഉള്ളവനായി, സംസാരമുള്ളവനായി, അവൻ്റെ വചനത്തെ സംസാരിക്കുന്നവനായി, അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും ഏറ്റെടുക്കുന്നവനായി മാറുക എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇന്ന് ഞാനും നിങ്ങളും അധിവസിക്കുന്നതായ ഈ ഭൂമിയിൽ യേശുവിനെ നാം ഇന്ന് പിൻപറ്റുന്നുവെങ്കിലും അവൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് പൂർണ്ണമായി അവകാശപ്പെടുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ വലിയ കൃപകളും അനുഗ്രഹങ്ങളും സന്തോഷവും സമാധാനവും അവൻ നമ്മെ സ്നേഹിതനാക്കി വച്ചത് മൂലം നമുക്ക് ലഭിച്ചതാണ് എന്നുള്ളതായ വലിയ ഒരു ചിന്ത നമ്മിലേക്ക് കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ ശിഷ്യന്മാർ ഓരോരുത്തരും അവൻ്റെ സ്നേഹിതനാണെന്നുള്ള വലിയ ബോധ്യം അവരുടെയൊക്കെ ഹൃദയത്തിൽ നിറഞ്ഞതുകൊണ്ടാണ് ക്രിസ്തുവിനെ പൂർണ്ണമായി ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് സാക്ഷ്യവേല ചെയ്യുവാനായിട്ട് ഇടയായത്. നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ ആ പിതാക്കന്മാർ യേശുവിനെ പൂർണ്ണമായും സ്നേഹിതനായി ഏറ്റെടുക്കുവാൻ തക്കവണ്ണം തങ്ങളുടെ ജീവിതത്തെ വിട്ടുകൊടുത്തു. സഭാപിതാക്കന്മാരായ ശമൂൻ ദസ്തൂനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ത്യാഗോജ്വലമായ അദ്ദേഹത്തിൻ്റെ ജീവിതം യേശുവിനെ സ്നേഹിതനായി രക്ഷകനായി ഹൃദയത്തിൽ സ്വീകരിച്ചു എന്നുള്ളത് ഒന്നുകൊണ്ട് മാത്രമാണ്. സുറിയാനി സഭാപിതാക്കന്മാർ ഓരോരുത്തരും തങ്ങളുടെ വസ്ത്രം ചുവപ്പാക്കിയത് രക്തം കൊടുത്താണ്.
തങ്ങൾ പരിശുദ്ധ സഭയുടെ പിതാക്കന്മാരൊക്കെ ചുവപ്പ് വസ്ത്രം ധരിക്കുമ്പോൾ ഞാൻ രക്തസാക്ഷിയാണ് എന്ന് പറയുന്നത് അതെ, ക്രിസ്തുവിൻ്റെ സ്നേഹിതനായി രക്തസാക്ഷിയായി തീരുവാൻ തക്കവണ്ണം ഞാൻ വിളിക്കപ്പെട്ടവനാണ് എന്നുള്ള ഒരു വലിയ ചിന്തയിൽ നിന്നുമാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹിതനായി തീരുക എന്നുള്ളത് അവൻ്റെ ജീവിതത്തിലെ ഓരോ നന്മകളും നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നോട്ട് നയിക്കപ്പെടുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവത്തിന് നാം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. പ്രാർത്ഥനയ്ക്കായി ഞങ്ങൾ കൈ